പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഡാർക്ക് എനർജീസ്, അതായത് നെഗറ്റീവ് ഊർജ്ജങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്. കാരണം ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ടും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുന്നുണ്ട്. എന്തെങ്കിലും അകാരണമായ ഭയം അല്ലെങ്കിൽ ഒരു ഊർജ്ജമില്ലായ്മ, നിങ്ങൾക്ക് ചുറ്റും നെഗറ്റിവിറ്റി ഉള്ളതായിട്ടൊരു തോന്നൽ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് കണക്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുക. അല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളിൽ എന്തെങ്കിലും ഡാർക്ക് എനർജീസ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡാർക്ക് എനർജിയുടെ സ്വാധീനത്തിലാണോ നിങ്ങൾ? അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടോ? ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്ന കാർഡാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് എടുക്കുന്നത്. അത് തന്നെയാണ് പ്രത്യേകിച്ചൊരു കാർഡ് സ്പ്രെഡ്. കാർഡിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. എനർജീസ് അത് ഫ്ലോ ചെയ്തോട്ടെ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ഇപ്പൊ ഫില്ലായി, അതുകൊണ്ട് ഇവിടെ സൈഡിൽ എടുത്ത് വെക്കാം. ഇത്ര റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് കൂടി റീഡ് ചെയ്യാം. ഓക്കെ, കാർഡ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. 6 of Wands, Emperor, 4 of Pentacles, Queen of Cups, Devil. സംശയം വെറുതെ അല്ല എന്നാണ് തോന്നുന്നത്. 4 of Swords, King of Cups, Temperance, 2 of Wands and Hermit. നമുക്ക് ഈ വന്നിരിക്കുന്ന കാർഡുകൾ റീഡിങ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന എനർജി 6 of Wands ആണ്. അതിനോടൊപ്പം തന്നെ എംപറർ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും വിജയങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വന്തം ജീവിതത്തെ കൃത്യമായ ഒരു കൺട്രോളിൽ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് പരാജയപ്പെടാൻ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാൽ ഇവിടെയാണ് ആദ്യത്തെ എനർജി ബ്ലോക്ക് വരുന്നത്. നിങ്ങളുടെ ഈ വിജയങ്ങളെയും നിങ്ങളുടെ ഈ ഒരു സിംഹാസനത്തെയും തകർക്കാൻ നിങ്ങളുടെ ചുറ്റുമുള്ള ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അധികാരവും വ്യക്തിത്വവും, അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ, രാജ്ഞിയെ പോലെയുള്ള ഒരു പവറും, ഒരു കിങ് അല്ല എംപറർ പവറാണ്, ചക്രവർത്തിയുടെ പവറാണ്. അത് മറ്റുള്ളവരിൽ വലിയ അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ഊർജത്തിലേക്ക് കടന്നു വരുന്നത് 4 of Pentacles എന്ന് പറയുന്ന എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു തരം ഡാർക്ക് എനർജി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഭയം നിങ്ങളിലേക്ക് വരുന്നു. ആളുകളുടെ ഈ ഒരു അസൂയയും തന്ത്രങ്ങളും ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു എനർജിയാണത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ, ഉള്ളത് നഷ്ടപ്പെടുമോ എന്നൊരു അമിതമായ പേടി നിങ്ങളിൽ സൃഷ്ടിക്കാൻ ഈ എനർജിക്ക് സാധിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചിന്തകളെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് മടിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന, വളരെ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്ന നിങ്ങളിലെ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന എനർജിയെ, അതായത് നിങ്ങളുടെ ഒരു നല്ല മനസ്സിനെ ഈ ഭയം മൂടിക്കളയുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ചതിന്റെ പേരിൽ കിട്ടിയ മുറിവുകൾ, അതായത് പാസ്റ്റിൽ ഉണ്ടായ കുറെ വിഷമസ്ഥിതികൾ, അതുകൊണ്ടുണ്ടായ ഹാർട്ട് ബ്രേക്കുകൾ, മുറിവുകൾ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ഒരല്പം കഠിനമാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു ഊഷ്മളതയുള്ള, നൈർമല്യമുള്ള ഒരു എനർജി ആയിരുന്നു ശരിക്കും നിങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ കുറെ കാര്യങ്ങളിലൂടെ കടന്നു വന്ന് പോരാടി വിജയിച്ചൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങളെ ഈ വൈകാരികമായിട്ട് കാര്യങ്ങളെ കാണുന്നതിൽ നിന്നും നൈർമല്യത്തോടുകൂടി കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ഒരു ഊർജത്തിലായിരുന്നു നിങ്ങൾ നിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇത്തിരി കടുപ്പത്തിലാണ്, ഒരു കഠിന ഹൃദയരായിട്ട് നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൽകുന്നത് ഡെവിൾ എനർജിയാണ്. ഡെവിൾ കാർഡിലൂടെ നമുക്ക് കിട്ടുന്ന എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ
നെഗറ്റീവ് എനർജി ഏതാണെന്ന് ഈ കാർഡ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ചില മോശം ചിന്തകൾ, നെഗറ്റീവ് ചിന്താഗതികൾ, അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ചില പഴയ ശീലങ്ങൾ നിങ്ങളെ ഒരു ചങ്ങലയിട്ടതുപോലെ തളച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും എനിക്ക് മാറാൻ കഴിയില്ല, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരുതരം മാനസികമായ ഒരു ഇരുട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളോടൊപ്പമുള്ള ആളുകൾ, ഈ ഡെവിൾ നേച്ചറിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഇവരൊക്കെ നിങ്ങളെ ഒരു ടോക്സിക് അറ്റാച്ച്മെന്റിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളോടൊപ്പം ചിലപ്പോൾ ഇടപെടേണ്ടി വരിക. ചില കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരിക്കാം, വർക്ക് അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരിക്കാം. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ചില ദുശീലങ്ങൾ, മാറിപ്പോകാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, കൂടെ ജീവിക്കുന്ന, കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങളെപ്പോഴും ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി ലൈഫ് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ 4 ഓഫ് സോർട്സ് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ്. അതായത് മാനസികമായി നിങ്ങൾ കടുത്ത അസ്വാസ്ഥ്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. നിങ്ങളുടെ മനസ്സ് വല്ലാതെ തളർന്നിരിക്കുന്നു. ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ചിന്തകൾ കാരണം നിങ്ങൾ വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ. ഒന്നിനും കഴിയില്ല. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനാണെങ്കിൽ ആരോടും ഒന്നിനും കഴിയില്ല, ഒന്നിനും ഒരു എനർജി ഇല്ല. യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി ഒരല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിനിടയിൽ, ഈ ഇരുട്ടിനിടയിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഇവിടെ കിങ് ഓഫ് കപ്സ് വരുന്നുണ്ട്. കിങ് ഓഫ് കപ്സും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ടെമ്പറൻസ് കാർഡും വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ പ്രതിസന്ധികളും ശാന്തമായി നേരിടാനുള്ള ഒരു പക്വത ഉണ്ടെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ കാർഡുകൾ ടെമ്പറൻസ് കാർഡും അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സും ചേർന്ന് നൽകുന്ന എനർജി കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ, അടുത്ത സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് മാത്രമല്ല, പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജിക്കും നിങ്ങളുടെ ആത്മബലത്തെ പൂർണ്ണമായി തകർക്കാൻ ഇനി കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഈ കാർഡുകൾ. അതായത് ഇതുവരെ നിങ്ങളെ ബാധിച്ചിരുന്ന ആ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് ആ ഡാർക്ക് എനർജി എന്നാണ്. ആ ഡാർക്ക് എനർജി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഡാർക്ക് എനർജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഭയവും ആശങ്കയും മടുപ്പും ഒന്നിനും ഒരു ഊർജ്ജമില്ലായ്മയും കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഡബിൾ എനർജി അല്ലെങ്കിൽ ഡാർക്ക് എനർജി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നിന്നും യൂണിവേഴ്സ് നൽകുന്ന എനർജിയിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് 2 ഓഫ് വാൻഡ്സും അതുപോലെ തന്നെ ഹെർമിറ്റ് കാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ 2 എനർജിയും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഭാവിയെ കുറിച്ചാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്, ഒരു ജംഗ്ഷനിൽ. മുന്നോട്ട് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകാം. 2 ഓപ്ഷൻ ഉണ്ടാവാം. അതൊന്ന് ശങ്കിച്ചു നിൽക്കുന്നതായിരിക്കാം. അവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ കോലാഹലങ്ങളിൽ നിന്നും മാറി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എല്ലാം കൂടി എടുത്ത് മനസ്സിലാകെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മോഹവലയം സൃഷ്ടിക്കുന്നതിൽ നിന്നും മാറി സ്വയം ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ഹെർമിറ്റ് അവസ്ഥ നിങ്ങളെ കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു എനർജി. അപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക് എനർജി ഉണ്ട്. അത് നിങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ, ഒരു പ്രവർത്തനം നിങ്ങളിൽ നടത്തുന്നുണ്ട്. അതിനെങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, യൂണിവേഴ്സ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാലും നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കാണുന്നതിന് തന്നെ കാരണം നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കൂടോത്രമോ മന്ത്രവാദമോ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രയോഗങ്ങളോ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡെവിൾ കാർഡ് ഇവിടെ മറ്റൊരു വലിയ രഹസ്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ സമാധാനത്തിലും കടുത്ത അസൂയയുള്ള ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ഊർജങ്ങൾ തിരിച്ചുവിടാൻ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് ശക്തമായ സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. അത് ചിലപ്പോൾ നേരിട്ടുള്ള മന്ത്രവാദ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ കടുത്ത ശത്രുതയോടെ നിങ്ങളുടെ എനർജിയെ തളർത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളോ ആകാം. ആരാണത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്, നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന കാർഡ് വെച്ചിട്ട് ആൻസർ ചെയ്യാം. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്,
കാർഡ് നമ്മളോട് പറയുന്നതേ, നിങ്ങൾക്കെതിരെ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഡാർക്ക് എനർജി അയച്ചിരിക്കുന്ന വ്യക്തി അത് നിങ്ങളുടെ വളരെ ദൂരെയുള്ള ഒരു ശത്രുവല്ല. നിങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള, നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ള വളരെ വിശ്വസ്തൻ എന്ന് നടിക്കുന്ന ഒരു വ്യക്തിയാണ്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയ ഒരാൾ. പുറമേക്ക് വളരെ പാവത്താനായി അഭിനയിക്കുകയും നിങ്ങളുടെ രഹസ്യങ്ങളും പ്ലാനുകളും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ഡാർക്ക് എനർജി നിങ്ങളിലേക്ക് അയക്കുന്നതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സമൃദ്ധി കണ്ട് അത് തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ ആഗ്രഹിക്കുന്ന കടുത്ത അസൂയയുള്ള ഒരാളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? 9 ഓഫ് വാൻഡ്സ്. ഈ നെഗറ്റീവ് ഊർജം കാരണം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ, വിജയിച്ചൊക്കെ നിൽക്കുന്നെങ്കിൽ എപ്പോഴും പ്രതിരോധിച്ച്, അതായത് എപ്പോഴും ഒന്ന് ഭയന്ന് നിൽക്കേണ്ട അവസ്ഥ, ആളുകളെ വിശ്വസിക്കാൻ പേടി, വീണ്ടും പരാജയപ്പെടുമോ എന്ന പേടി, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, എപ്പോഴും ഒപ്പമുള്ളവരെ സംശയത്തോടെ നോക്കേണ്ടി വരുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് ഈ നെഗറ്റീവ് ഊർജത്തിന്റെ എഫക്റ്റ് ആണ്. അതായത് ഈ ഡാർക്ക് എനർജിയുടെ എഫക്റ്റ് തന്നെയാണ്. നിങ്ങളൊരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്താണ് ഇതിനുള്ള വഴി? ഇത് മാറാൻ ആരാണ് നിങ്ങളെ സഹായിക്കുക? നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനൊരു പരിഹാരവുമായിട്ട്, വലിയൊരു ആശ്വാസവുമായിട്ട് എന്തായാലും ഒരാൾ കടന്നു വരാൻ പോകുന്നുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വൈകാരികമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയുടെ സഹായം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു ഹീലർ ആകാം. ആ വ്യക്തിയിലൂടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഈ നെഗറ്റീവ് അവസ്ഥയ്ക്ക്, നിങ്ങളിലുള്ള ഈ ഡാർക്ക് എനർജിക്ക് ഒരു മാറ്റം കൊണ്ടുവരും. ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള കൃത്യമായ പരിഹാരം എന്താണ്? 8 ഓഫ് സോഡ്സ് ആണ് അതിന് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യമേ കിട്ടിയ കാർഡാണ്. നമ്മുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾ ആ കാർഡ് എടുത്ത് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ. ഈ കാർഡ് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ് കഴിയുന്നത്. കണ്ണുകൾ മൂടിക്കെട്ടി ചങ്ങലകളാൽ, അതായത് ഇത് ഡെവിളിനോട് ചേർന്നായിരിക്കുന്നത് ഉണ്ടോ, ഡെവിളിലേക്ക് ചേർന്നാണ് ഞാനിത് വെച്ചപ്പോ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നു. അത് കാണിക്കുന്നത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ ഓൾറെഡി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് കയറുകൊണ്ടല്ലേ, പക്ഷെ ഇവിടെ ചങ്ങലകളാണ് കാണിക്കുന്നത്. അപ്പൊ വെറുതെ ഒരു കയറല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ചങ്ങലകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ മുറിച്ചു മാറ്റി പോകാൻ കഴിയില്ല എന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ ചങ്ങലകൾ അത്ര ശക്തമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അഴിച്ചു മാറ്റാം. അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിലെ ഭയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം. എനിക്ക് കൂടോത്രം ബാധിച്ചിരിക്കുന്നു, എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, ഒരു ഡാർക്ക് എനർജി എന്റെ ജീവിതത്തിൽ എല്ലാ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയും എല്ലാ ഭാഗ്യങ്ങളെയും എല്ലാ പ്രോഗ്രസിനെയും തടയുന്നു. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അവിടെ തന്നെ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. ഇതിനൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ലളിതമായ ചില പരിഹാരങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരൽപ്പം കല്ലുപ്പിട്ട വെള്ളത്തിൽ കൈയും കാലും മുഖവും ഒക്കെ കഴുകുക. ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് സീ സോൾട്ട്, സാധാരണ പൊടിയുപ്പല്ല, അത് ഒറിജിനൽ ആയിട്ടുള്ള കല്ലുപ്പ്. ഇത് നിങ്ങളുടെ ഓറയിലുള്ള ബാഹ്യമായിട്ടുള്ള പുറമേയുള്ള നെഗറ്റീവ് ഊർജങ്ങളെ മാറ്റാനായിട്ട്, ശുദ്ധീകരിക്കാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താൻ കുന്തിരിക്കമോ അല്ലെങ്കിൽ സാമ്പ്രാണി തിരിയൊക്കെ എപ്പോഴും പുകയ്ക്കുക. അത് ആ ഒരു തങ്ങി നിൽക്കുന്ന ഈ ഡാർക്ക് എനർജിയെ ഒഴിവാക്കും. പിന്നെ ഏറ്റവും പ്രധാനം മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. ശത്രുക്കളുടെ ചിന്തകളിൽ നിന്നും മാറി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ശത്രുക്കൾ ഒരു രക്ഷയും തരണുണ്ടാവില്ല, അത് സത്യമാണ്. അവരിങ്ങനെ ഈ ഡെവിളിനെ പോലെ ഇരിക്കുകയാണല്ലോ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ.
അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ആ ചങ്ങലകൾ അഴിച്ചു മാറ്റണം. ആ ചങ്ങലകൾ അഴിച്ചു മാറ്റണമെങ്കിൽ ആ ഡെവിളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. ചങ്ങലകളിലേക്ക് നോക്കണം, നമ്മളിലേക്ക് നോക്കണം, നമ്മൾ എങ്ങനെയാണ് അതുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് നോക്കണം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് ആകുലപ്പെടാതെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അതിനാണല്ലോ മുടക്ക് വന്നിരിക്കുന്നത്, അതിലാണല്ലോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പീഡിൽ ചിലപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നില്ല. ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നതാണ് ഹാർഡ് വർക്ക് വേണം. ഒരു റുട്ടീൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നാണ് ആ കാര്യമാണ് ഈ കാർഡും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് കാലക്രമേണ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ ശക്തിയേക്കാൾ വലുതല്ല പുറത്തു നിന്നുള്ള ഒരു ഡാർക്ക് എനർജിയും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ പരിഹാര കാര്യങ്ങളൊക്കെ കൂടി ചെയ്തുകൊണ്ട്, ഓറ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഡാർക്ക് എനർജി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഈ അസൂയയും കണ്ണീറും, ചിലപ്പോൾ അത് മന്ത്രവാദമോ അല്ലെങ്കിൽ വലിയൊരു എനർജി തന്നെ ആയിരിക്കണം എന്നില്ല. ചെറിയ രീതിയിൽ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അസൂയയും കണ്ണീറും ഒക്കെ പോലും നമ്മളിൽ ഇങ്ങനത്തെ എനർജീസ് കൊണ്ടുവരും. അത് ഈ ഈ സോൾട്ട് വാട്ടർ ബാത്തൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ നിന്നൊക്കെ എല്ലാ ദിവസവും നമ്മളത് ചെയ്താൽ, വളരെ ചെറിയ രീതിയിൽ നമ്മളത് ഒരു റുട്ടീനായിട്ട് മാറ്റിയാൽ, അതൊക്കെ എല്ലാ ദിവസവും ഏൽക്കുന്ന ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഡാർക്ക് എനർജീസിൽ നിന്നും നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിനെ മാറ്റി ബോധപൂർവമായിട്ട് നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്താൽ തന്നെ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കും. കാര്യങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും വരാൻ പറ്റും, ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഭയം, അമിത ചിന്ത, പഴയ കാര്യങ്ങളിലുള്ള അമിതമായ അറ്റാച്ച്മെന്റ്, ഇവയൊക്കെയാണ് നിലവിൽ ഈ ഡാർക്ക് എനർജി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ പൊട്ടിച്ചെറിയാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന മനുഷ്യരിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറി, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രം മതി. ഇത് ഒരു വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ വേറെ തരത്തിലൊന്നും ബാധിച്ചിട്ടില്ല. അങ്ങനെ ബാധിക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിനില്ല. യൂണിവേഴ്സ് എന്തായാലും അത് ചെയ്ത ആളുകൾക്ക് നല്ല ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ യൂണിവേഴ്സ് ബാക്കി കാര്യം ചെയ്തോളും. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ബാലൻസ് എന്തായാലും യൂണിവേഴ്സ് കൊണ്ടുവരും എന്നൊരു ഉറപ്പ് ഈ കാർഡുകളിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുണ്ട്. ഓക്കെ, റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ തീർച്ചയായിട്ടും വീഡിയോ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും നമ്മൾ എടുക്കുന്ന എനർജീസ് പ്രീവിയസ് ആയിട്ടുള്ള പല റീഡിങ്ങിലും ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ പലരിലും നിൽക്കുന്ന എനർജീസിന്റെ ഒരു വൈബാണ് നമുക്കിവിടെ നമ്മുടെ ഓരോ റീഡിങ്ങിലും കിട്ടുന്നത്. അത് ക്ലിയർ ആവുന്നതും വിഷയം വേറൊരു രീതിയിലേക്ക് മാറുന്നതും നമുക്ക് ഇതിനകം പല കാര്യങ്ങളിലും കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങളിൽ വരുത്തി കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് വരുത്തി കഴിഞ്ഞാൽ ആ എനർജീസ് ഇതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതനുസരിച്ച് വീഡിയോയിൽ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അത് കൂടി എടുത്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.